അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇത് ഞാനൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ചിക്കൻ കറി തയ്യാറാക്കി നോക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നൈസിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടായി വരുമ്പം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ ഉള്ളി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മസാലകളാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 പച്ചമുളകും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് ചിക്കനിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ജാറിൽ കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് അരച്ചെടുത്ത് വെക്കണം. അത് നമുക്ക് ചിക്കൻ കറി വെക്കുമ്പോഴായിട്ട് എടുക്കാനായിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മസാല പുരട്ടിയ ചിക്കനിലോട്ട് തന്നെ ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കസ്തൂരി മേത്തിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനുള്ള പാൻ എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി, അതായത് സവാള വറുത്തെടുത്ത അതേ എണ്ണയിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ അതൊന്ന് വഴറ്റിയെടുക്കണം. അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളമാണ് ആഡ് ചെയ്യാനുള്ളത്. ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചിക്കനിൽ വലിയ വേഗ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മീഡിയം തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇതൊരുവിധം ഒന്ന് കുറുകി ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ്. നല്ല കുറുകിയ അരപ്പോടുകൂടി നല്ല ഇതായിട്ട് നമുക്കിത് കിട്ടും ഈ ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല കുറുകിയ അരപ്പോടുകൂടി നമുക്കിത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പിയായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.